മനസ്സിലാക്കിക്കോളൂ. ഇത്തിബാ നമ്മുടെ മുൻഗാമികളെയാണ് ഇത്തിബാ ചെയ്യേണ്ടത്, പിൻപറ്റേണ്ടത് നമ്മുടെ മുമ്പിലുള്ള ആലിമീങ്ങളെയല്ല. ആലിം പറയുന്നത് ദീനാണ്, പക്ഷെ ആലിം ചെയ്യുന്നത് ദീനായിരിക്കണമെന്നില്ല. എന്നാൽ പിൻപറ്റേണ്ടത് അല്ലാഹുവിന്റെ റസൂലിനെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലിമീങ്ങളെ പിൻപറ്റണമെന്ന് പറഞ്ഞത് അവരുടെ ഇൽമു പഠിച്ചോളൂ. അവര് പറയുന്നത് ഇൽമായിരിക്കാം, ദീനായിരിക്കാം, പക്ഷെ അവർ ചെയ്യുന്നത് മുഴുവൻ ദീനാവോ? അവരൊക്കെ മനുഷ്യന്മാരിലെ തെറ്റുപറ്റൂലേ? ഇത്തിബാ ചെയ്യേണ്ടത് ആരെയാ? അല്ലാഹുവിന്റെ റസൂലിനെ, അവിടുത്തെ സ്വഹാബിനെ. നാളെ പരലോകത്തെത്തുമ്പോ എത്രയോ നേതാക്കന്മാർ അനുയായികളോട് പറയുമത്ര, അനുയായികളെ നിങ്ങൾ എന്തിനാ എന്റെ കൂടെ കൂടിയത്? ആരാ നിങ്ങളോട് എന്റെ കൂടെ കൂടാൻ പറഞ്ഞത്? ഇത് അല്ലാഹുവിന്റെ ശിക്ഷ കാണുകയും നേതാക്കന്മാർ അനുയായികളോട് പൊയ്ക്കോളൂ, ആരാ നിങ്ങളോട് എന്റെ കൂടെ കൂടാൻ പറഞ്ഞത് എന്ന് അനുയായികളെ നാളെ ആട്ടിയോടിക്കുന്ന നേതാക്കന്മാരുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഈ അപകടത്തിൽപ്പെടാതിരിക്കാനാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.